ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. CCTV കൊണ്ട് കുറ്റകൃത്യങ്ങളൊന്നും തടയാൻ കഴിയില്ല, പക്ഷേ ഈ ഒരു ഡിവൈസിനെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതൊരു ട്രൈടെക് ഡിറ്റക്ടറാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ പുറത്തൊക്കെ വയ്ക്കുന്ന ഒരു ഡിവൈസാണ് ഇത്. നമ്മുടെ മെയിൻ കൺട്രോൾ പാനലാണ് ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. 1,00,000 ആൾക്കാരോളം ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് എഴുതിയേക്കണ കമൻറ്റുകൾ ഞാൻ മൊത്തമായിട്ട് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുതിയേക്കണ കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഉറക്കം കളയും, പട്ടിയും പൂച്ചയൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അലാം അടിക്കും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് മനുഷ്യനെ മാത്രമായിരിക്കില്ല മറ്റ് മൃഗങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത്ര ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഇതൊക്കെ പട്ടികളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ പട്ടികളെയും വിളിച്ച് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഈ പേപ്പട്ടിയുടെ സമയമൊക്കെയാണ്. എന്നിട്ടും ഈ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പട്ടികളുടെയൊക്കെ മുന്നിൽ നമുക്ക് ഈ ഒരു ട്രൈടെക് ഡിറ്റക്ടർ, ഈ ഒരു സെൻസർ വെച്ചതിന് ശേഷം ഇതിന് അലാം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഒട്ടുമിക്ക സംശയങ്ങളും ഈ ഒരു വീഡിയോ ക്ലിയർ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ അലാം സിസ്റ്റം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണിനുള്ളിലൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ആം ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈടെക് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ പട്ടിക്കുട്ടന്മാരൊക്കെ ഇവിടെ നല്ല ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് 2 കഷ്ണം ബ്രെഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് നോക്കാം. കണ്ടോ, പട്ടികൾ അതിന് മുമ്പിൽ കൂടെ തുള്ളിച്ചാടി നടന്നെന്ന് പറഞ്ഞാലും നമുക്ക് യാതൊരു അലർട്ടും ഇപ്പോൾ വരുന്നില്ല. ഒരു കോഴി അതിൽ പോകുന്നുണ്ട്, യാതൊരു പ്രശ്നവും നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് മൃദുലയോടൊന്ന് പറയാം നേരെ ഇതിൻ്റെ ഫ്രണ്ടിലോട്ടൊന്ന് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് നോക്കാം. യെസ്, വേണ്ട അലാം അടിക്കാൻ തുടങ്ങി. കണ്ടോ, അപ്പോൾ ഒരു ഹ്യൂമൻ ഡിറ്റക്ഷൻ സെൻസർ തന്നെയാണ് ഇത്. ഫോണിൽ നമുക്കിപ്പോൾ അത് കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ, ബർഗ്ലറി അലാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സിം ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ആ സമയത്ത് ഒരു കോളായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവരും കണ്ടല്ലോ, നമുക്ക് പട്ടിക്ക്, പൂച്ചയ്ക്കും, പ്രാണിക്കും, കോഴിക്കും ഒന്നും തന്നെ ഒരു അലേർട്ടും ഈ ഒരു സെൻസർ തരുന്നില്ല കേട്ടോ. നല്ലൊരു സെൻസറാണ്. ഇപ്പോൾ എനിക്ക് ഈ ഒരു കമ്പനീനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ല. അതായത് ഈ ഹിക്വിഷൻ എന്നല്ല, ഹണിവെൽ എന്നല്ല, CP+ എന്നല്ല, ഒരു കമ്പനിയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചിട്ടല്ല ഞാൻ ഇതുവരെ നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്കത് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഉൽപ്പന്നമാണെന്ന് തോന്നിയാൽ മാത്രം ഞങ്ങളത് നെക്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലൂടെ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു ഇൻസ്റ്റലേഷനിൽ കൂടുതൽ ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും നമ്മളെ കോൺടാക്ട് ചെയ്യും. അങ്ങനെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അപ്പം ഇതുപോലുള്ള പല ഡിവൈസുകളും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഇത് ഹിക്വിഷൻ്റെ ഈ ഒരു AX Pro എന്നുള്ള ഡിവൈസിൽ വരുമ്പോഴത്തേക്കും ഏറ്റവും വില കൂടിയ സെൻസറാണ്. ഏതാണ്ട് 10,500 മുതൽ 11,000 വരെ കോസ്റ്റ് ഈ ഒരു സെൻസറിന് മാത്രം വരുന്നുണ്ട്. ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു ഉൽപ്പന്നം കൂടെയാണ്. അപ്പോൾ ഈ ഒരു മെയിൻ കൺട്രോൾ പാനൽ ഇത് നമുക്ക് 48 സെൻസർ കണക്ട് ചെയ്യുന്ന ഡിവൈസ് അവൈലബിൾ ആണ്. 96-ൻ്റെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന 96-ൻ്റെ ആണ്. ഇതിൽ നമുക്ക് 2 സിം ഇടാൻ പറ്റും. നമുക്ക് വയർലെസ് ആയിട്ട് നമ്മുടെ വൈഫൈ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ ലാൻഡ് പോർട്ട് ഉണ്ട്. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സിം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹ്യൂമനൊക്കെ നമ്മുടെ വീടിൻ്റെ മുമ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കോളായിട്ട് നമ്മുടെ ഫോണിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒരിക്കലും മൊബൈൽ നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ നോട്ടിഫിക്കേഷൻ തരുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത് വെച്ചാൽ അത് നമ്മൾ അറിയുപോലുമില്ല. പല സമയത്തും നമ്മൾ അറിയാറ് പോലുമില്ല. കീന്നൊരു ഒച്ച ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എവിടെ കേൾക്കാനാണ്. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും തിരക്ക് പിടിച്ചൊരു സ്ഥലത്ത് നിൽക്കുമ്പോഴായിരിക്കും. പക്ഷേ ഒരു കോളായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മളത് കുറച്ചുകൂടെ നോട്ട് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ അലാം അടിപ്പിക്കാം, വീടിൻ്റെ പുറത്ത് അലാം അടിപ്പിക്കാം, അതുപോലെ ലൈറ്റ് കളിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് കുറേ ഡൗട്ടുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു
മെയിൻ ഡിവൈസ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്, അതായത് ഫോൾസ് അലാംസ് വരുവാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്തേക്കുന്ന ഹൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് 1.7 അല്ലെങ്കിൽ 1.6 മീറ്റർ ഹൈറ്റിലാണ് കേട്ടോ. ഇത് ഇവർ പറയണത് 1.4 to 2.4 മീറ്ററിൻ്റെ ഉള്ളിൽ നിർത്തണം എന്നാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുക. പിന്നെ ഇതിന് 85.9 ഡിഗ്രി കവറേജ് ആണ് വരുന്നത്. അതുപോലെ 15 മീറ്ററാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് 12 മീറ്റർ വരെയാണ് ഇത് കിട്ടുന്നുള്ളൂ. പിന്നെ അതേപോലെ വൈഡ് ആംഗിൾ അവർ പറഞ്ഞ പോലെ തന്നെ 85 ഡിഗ്രിയോളം വൈഡാണ് നമുക്ക് വരുന്നത്. പിന്നെ ചില ആൾക്കാർ കമൻറ്റുകളൊക്കെ ആ വീഡിയോയുടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, കള്ളനെ പിടിച്ച് ഇതിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തണമെന്ന്. നമ്മളൊരു ക്യാമറ വെക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വൈഡ് ആംഗിൾ കിട്ടാറുണ്ട്? ഒരു 78 ഡിഗ്രി 80 ഡിഗ്രി അല്ലേ, അത്രയും തന്നെ ആംഗിൾ ഇതിനും കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കള്ളനെ പിടിച്ച് മുമ്പിൽ കൊണ്ട് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാനിപ്പോൾ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ അതിലൊരാൾ ചോദിച്ചേക്കണമെന്ന് വെച്ചാൽ കള്ളനാണ് വരുന്നതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അത് ആര് വന്നാലും അടിച്ചുകൊണ്ടിരിക്കുകയില്ലേ എന്നാണ്. തീർച്ചയായിട്ടും ആര് വന്നാലും അടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്തൊരു സമയത്ത് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണ്ടേ? അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു സമയത്താണല്ലോ അലാം ആക്ടിവേറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ എന്തായാലും അടിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോൾ അലാം അടിക്കേണ്ട, ലൈറ്റ് കളിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഈ ശബ്ദം കേട്ടാൽ തന്നെ അറ്റാക്ക് വന്ന് ചാകുമല്ലോ എന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും അങ്ങനെ അറ്റാക്ക് വന്ന് ചാകാനുള്ള സാധ്യതയില്ല. കാരണം നമുക്ക് ഈ എക്സ്റ്റേണൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലല്ലേ. എക്സ്റ്റേണൽ ഹൂട്ടർ ഇതാണ്. എക്സ്റ്റേണൽ ഹൂട്ടർ ആണെങ്കിലും ഇൻറ്റേർണൽ ഹൂട്ടർ ആണെങ്കിലും നല്ല ശബ്ദമുള്ളതാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഈ ആപ്പ് ഇക്വേഷൻ്റെ ആപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ സൗണ്ടൊക്കെ മാറ്റാൻ പറ്റും. ഇത് ഇതാണ് എക്സ്റ്റേണൽ ഹൂട്ടർ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് എങ്ങനെയായിരിക്കും വരുന്നത്? ഇത് നല്ല സൗണ്ടാണ്. ഏതാണ്ട് 50 മുതൽ 100 മീറ്റർ വരെ ദൂരെ കേൾക്കുന്ന രീതിയിലുള്ള സൗണ്ടാണ് ഇതിൽ നിന്ന് വരുന്നത്. പിന്നെ ഇത് അലാം അടിക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ലൈറ്റ് ഇങ്ങനെ തെളിയും കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു 4 ബാറ്ററി അവർ നമുക്ക് തന്നിട്ടുണ്ട് കണ്ടോ. അതെ, 4 ബാറ്ററി എന്ന് പറയുന്നത്. ഇത് CR123A എന്ന് പറയുന്ന ടൈപ്പ് ബാറ്ററിയാണ്. ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏതാണ്ട് 750 രൂപയോളം കാണിക്കുന്നുണ്ട്. വീടിൻ്റെ പുറത്തായിരിക്കുമല്ലോ നമ്മൾ ഈ എക്സ്റ്റേണൽ ഹൂട്ടർ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ എന്തായാലും ഒരു പവർ സപ്ലൈ കൊടുക്കണം. പവർ സപ്ലൈ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ശരിക്കും വർക്ക് ചെയ്തില്ല. അതായത് കറണ്ട് പോണ സമയത്ത് അത് ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യും, പക്ഷേ അതിന് സൗണ്ട് കുറവായിരിക്കും. മെയിൻ പവറിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് നല്ല സൗണ്ട്. ബാക്കിയുള്ള ഒരു സെൻസറിന് നമ്മൾ പവർ കൊടുക്കേണ്ട. അപ്പോൾ ഈ ഒരു സെൻസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊരു ഇൻബിൽഡ് ബാറ്ററി ഉണ്ട്. ഇത് സ്റ്റാൻഡ് ബൈ ടൈം 5 വർഷമാണ് കമ്പനി പറയണത്. ഞാൻ 5 വർഷമൊന്നും പറയുന്നില്ല, ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിത് ചിലപ്പോൾ മാറേണ്ടി വന്നേക്കാം കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഇൻറ്റേർണൽ ഹൂട്ടർ. ഈ ഇൻറ്റേർണൽ ഹൂട്ടറിൻ്റെ ഒച്ച നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈപ്പ് ബാറ്ററി തന്നെയാണ് ഇടുന്നത് കേട്ടോ. CR123A എന്ന് പറഞ്ഞ ബാറ്ററി തന്നെയാണ് ഇടുന്നത്. അലാം അടിക്കുന്ന സമയത്ത് മാത്രമാണ് ഇതിൽ നിന്ന് കറണ്ട് ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നാണെങ്കിലും സെൻസറുകളൊക്കെ 1 ഇയറോളം ബാക്കപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഒട്ടും ബാക്കപ്പ് കിട്ടാത്ത ഒരു സെൻസർ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതാണ് ആ ഒരു സാധനം. ഇതിനും ആ യൂസ് ചെയ്യുന്ന ബാറ്ററി അത് തന്നെയാണ്. നമുക്കിത് ഇവിടെ ഇങ്ങനെ ഊരാൻ പറ്റും കണ്ടോ. ഒരൊറ്റ ബാറ്ററി മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ളൂ. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങൾക്കൊന്നും അങ്ങനെയല്ല, അത് വളരെയധികം നിൽക്കും. പിന്നെ ഒരാളിവിടെ കമൻറ്റ് എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ആ കമൻറ്റ് വായിക്കുമ്പോൾ പറയാമെന്ന് വിചാരിച്ചത്. ഈ ഒരു ഡിവൈസിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ബാറ്ററി ഉണ്ട്. അതൊരു 24 ഹവേഴ്സാണ് കമ്പനി പറയുന്നത് കേട്ടോ. അതൊരു റീചാർജബിൾ ടൈപ്പ് ബാറ്ററിയാണ്. കാരണം നമ്മൾ പവർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ടല്ലോ, എക്സ്റ്റേണലായിട്ട് പവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പവർ ഇതിനുള്ളിലോട്ട് കയറുന്ന സമയത്ത് നമ്മുടെ മൊബൈലൊക്കെ കുത്തിയിടുന്ന പോലെ തന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എത്രത്തോളം ബാക്കപ്പ് ഉണ്ടെന്ന് നമ്മുടെ എല്ലാ ഡിവൈസ് സെൻസറുകളുടെയും ബാക്കപ്പ് നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിൽ കാണിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ബാക്കപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇൻവെർട്ടറൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സമയം നമുക്ക് കിട്ടും. എന്തായാലും കറണ്ട് പോയാലും സിസ്റ്റം ഒന്നും ഓഫായി പോകത്തില്ല, അത് വർക്ക് ചെയ്യും. അതിനുള്ള കറണ്ട് അതിനുള്ളിൽ തന്നെ ബാറ്ററി തന്നെ ഉണ്ട്. നാളെ പുതിയ വീടിൻ്റെ വയറിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്യൂരിറ്റി അലാം സിസ്റ്റം ചെയ്യാൻ വയറിങ് സമയത്ത് എന്താണ് ആഡ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട. ഈ വയർലെസ് സിസ്റ്റമാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് അവിടെ കേബിളൊന്നും വലിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ വയേർഡ് സിസ്റ്റമാണ്, ഇപ്പോൾ ഇതിൻ്റെ തന്നെ വയേർഡ് സിസ്റ്റം വരുന്നുണ്ട്. അങ്ങനെയുള്ള അലാം സിസ്റ്റമാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കേബിൾ വലിക്കണം. കേബിൾ വലിക്കുമ്പോൾ ഒരു കാരണവശാലും പല ആൾക്കാരും മണ്ടത്തരം കാണിക്കണമെന്ന് പറഞ്ഞാൽ Cat 6 നെറ്റ്വർക്ക് കേബിളാണ് വലിക്കുന്നത്. Cat 6 നെറ്റ്വർക്ക് കേബിൾ അല്ല ഇതിനൊന്നും ഈ അലാം പാനലിൽ യൂസ് ചെയ്യുന്നത്. 1² mm 4 കോർ കേബിൾ എന്ന് പറഞ്ഞ ഒരു കേബിൾ മേടിക്കാൻ കിട്ടും. അതായത് 1² mm കട്ടിയുള്ള തിക്നെസ് ഉള്ള ആ ഒരു കേബിളാണ് നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ടത്. 2.25 mm മുതൽ ആ കേബിൾ അവൈലബിൾ ആണ്. അത് വളരെ ചീപ്പ് കേബിളാണ് അത്രയും കുറഞ്ഞ റേഞ്ചിലേക്ക് വരുമ്പോൾ. പക്ഷേ 1² mm കേബിൾ വരുമ്പോഴത്തേക്കും നല്ല വില വരും. പക്ഷേ അത് ഇട്ടെങ്കിൽ മാത്രമാണ് അലാം പാനലിൽ വൃത്തിയായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോൾസ് അലാംസ് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതായത് നമ്മളത് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് പിന്നെ പ്രയോജനമൊന്നും ഇല്ലാതെയാവും. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് രാത്രി വരുന്ന മൃഗങ്ങളെയൊക്കെ ഓടിക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ്.
രാത്രി വരുന്ന മൃഗങ്ങളെ നമുക്ക് ഓടിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സെൻസർ അതിന് പറ്റിയ സെൻസർ അല്ല കേട്ടോ. കാരണം ഇത് ഹ്യൂമൻ ഡിറ്റക്ഷൻ സെൻസർ ആണല്ലോ, മൃഗങ്ങളെ ഡിറ്റക്ട് ചെയ്യത്തില്ല. പക്ഷേ നമുക്ക് ഈ ഒരു മെയിൻ കൺട്രോൾ പാനലുമായിട്ട് നമ്മുടെ സാധാരണ മോഷൻ സെൻസർ ഉണ്ട്, PIR മോഷൻ സെൻസർ ഉണ്ട്, അത് വെച്ചാൽ മതി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ആനയോ പട്ടിയോ പൂച്ചയോ അതുപോലെ പന്നിയൊക്കെ വന്നു കഴിഞ്ഞാലും എന്തായാലും അലാം അടിക്കും. അന്നേരം നമുക്കിത് ഇതുപോലെയുള്ള ഞാൻ ആദ്യം കാണിച്ച ആ ഒരു വലിയ ഹൂട്ടറുണ്ടല്ലോ, ഈ ഹൂട്ടർ നിങ്ങൾക്ക് ആ ഒരു പരിസരത്ത് വെച്ച് കൊടുക്കാം. എവിടെയാണോ പന്നിയും പട്ടിയൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ നല്ല വലിയൊരു അലാം അടിക്കും. ചിലപ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും വന്യജീവികളൊക്കെ ആകുമ്പോഴത്തേക്കും അത് ഓടിപ്പോക്കോളും, നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു സിസ്റ്റം ആയിരിക്കും ആ ഒരു കാര്യത്തിന് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.